ഹലോ, വെൽക്കം ബാക്ക്. വെറും 6 പേരെ കൊണ്ടിട്ടതാ. ഇപ്പോൾ അത് എണ്ണിത്തീരാൻ പറ്റാത്ത അത്ര ആൾക്കാരായി മാറിക്കഴിഞ്ഞു. ഞാനീ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ഗപ്പികളെക്കുറിച്ചാണ്. ഞങ്ങൾക്കിവിടെ 2 ഫിഷ് ടാങ്കാണ് ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഞങ്ങൾക്ക് മീൻ വളർത്തലിന് ഈ 2 ടാങ്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ചെറിയ അപാകതകൾ പറ്റി അങ്ങനെ മീനിനെ എല്ലാം കിളികൾ കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിമൻ്റാണ്, ഒരു പോർട്ടബിൾ സാധനം തന്നെയാണ്. ഈ ടാങ്കിന് നമ്മൾ മൂടിയിട്ടിരുന്നത് വലയിട്ടായിരുന്നു, വെറും നെറ്റ്. ഇലകൾ വീഴരുത് എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ബുദ്ധിമാനായ കാക്കകളും കിളികളും കൊക്കുകളും, എസ്പെഷ്യലി കൊക്കുകളാണ് വന്നിരുന്ന് എല്ലാ മീനിനും റാഞ്ചിക്കൊണ്ടുപോയി. പിന്നെയാണ് നമ്മൾ ഇങ്ങനൊരു മെറ്റൽ ഫ്രെയിമിൽ ഒരു പിരമിഡ് പോലെ മെഷടിച്ച് ഇങ്ങനെ ഒരു കവറിങ് കൊടുത്തത്. ഇതോടുകൂടി കിളികൾക്ക് പിടിക്കാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് എത്തി. ഇപ്പോൾ ഒറ്റ എണ്ണത്തിനെ പോലും കൊണ്ടുപോകുന്നില്ല. കിളികൾക്ക് വന്നിരുന്നാലും കണ്ടിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിവിടെ 2 ഫിഷ് ടാങ്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കാലക്രമേണ ഒരു ഫിഷ് ടാങ്കിന് ക്രാക്ക് വീണു. പക്ഷേ അതിനെ ഞാൻ വെറുതെ കളഞ്ഞില്ല. ഇതാണ് ക്രാക്ക് വീണ ഫിഷ് ടാങ്ക്. ഇതിലേക്ക് മണ്ണ് നിറച്ച് നമ്മൾ അതിനെ ഒരു ചെടിച്ചട്ടിയായിട്ടങ്ങ് ഉപയോഗിച്ചു. ഈ വാഴ പോലത്തെ നല്ല റെഡ് ഫ്ലവേഴ്സ് തൂങ്ങിക്കിടക്കുന്ന ഒരു ചെടി. ഇപ്പോൾ ഇത് നിറയെ ചെടിയായിട്ട് നിൽക്കുന്നു. വെറുതെ കളയാതെ അതിനെ നമ്മൾ റീയൂസ് ചെയ്തു. ഈ ചട്ടിക്കകത്ത് ആക്കിയതോടുകൂടി അവരുടെ ഗ്രോത്ത് ഒന്ന് റെസ്ട്രിക്റ്റഡ് ആണ്. വലിയ വാഴ പോലെ വലിയ സാധനമായിട്ട് മാറുന്നുമില്ല. മറ്റേ നല്ല ഫിഷ് ടാങ്കിൽ നമ്മൾ ഒരു ആമ്പൽ കൂടെ നട്ടു. ആമ്പൽ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കല്ലിൽ കയറ് കെട്ടി അതിൻ്റെ അറ്റത്ത്, അത് ആ റൂട്ട് പോർഷനിൽ ഇട്ടിട്ട് വേണം താഴേക്കിടാൻ. അങ്ങനെയാകുമ്പം ഇങ്ങനെ സ്റ്റഡി ആയിട്ട് അവർ നിൽക്കുകയും ചെയ്യും. സൂര്യൻ വരുമ്പോഴത്തേക്കും ആമ്പൽ വിടർന്നു വരും. സൂര്യൻ പോകുമ്പോൾ ഇവർ തന്നെ കൂമ്പും. വെറും 6 മീനിനെയാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടത്. പക്ഷേ ഇപ്പോൾ നിറച്ച് മീനുകളാണ്, ഗപ്പികൾ. നമുക്ക് എണ്ണിയാൽ തീരില്ല, അത്രത്തോളം ഗപ്പികളുണ്ട് ഇതിനകത്ത്. ഞാൻ ഇന്നിവർക്ക് തീറ്റ കൊടുക്കുകയാണ്, കാണിച്ചു തരാം. ഡെയിലി ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മളിവർക്ക് തീറ്റ കൊടുക്കുന്നത്. തീറ്റ ഇട്ട് കഴിയുമ്പോഴേക്കും ഇവർ കൂട്ടത്തോടെ അങ്ങ് വരും. എല്ലാവരും ഇപ്പോൾ ഓടിയെത്തും. കൂട്ടത്തോടെ തീറ്റ കഴിക്കാൻ വന്നിരിക്കുന്നതാണ്. 1-2 ദിവസം തീറ്റ കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പവും സംഭവിക്കില്ല. കാരണം ഇത് സിമൻറ്റ് ടാങ്കാണ്, ഇതിൽ നിറച്ച് പായലുണ്ട്. ഇവർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും. രണ്ട് ആമ്പൽപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇനിയും പല കളേഴ്സ് കൂടെ കൊണ്ട് നിടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ടാങ്കിൻ്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കൺജഷനും ആകും. നമ്മുടെ ഈ മെറ്റൽ ഫ്രെയിം അത്ര ഹെവിയൊന്നുമല്ല. ഇത് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് മാറ്റാനും പൊക്കാനും തീറ്റ കൊടുക്കാനും അതിനുശേഷം തിരിച്ചു വയ്ക്കാനും പറ്റും. ഇപ്പം നമ്മളുടെ മീനുകളെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. അവരെ ഒരു കിളിയും കൊണ്ടുപോകില്ല. ഈ ആമ്പലിൻ്റെ ഇല കിടക്കുന്നത് നമ്മുടെ മീനുകൾക്ക് നല്ലൊരു പ്രൊട്ടക്ഷനാണ്. ഒരു കിളി പോലും ഇതിനകത്തുനിന്ന് ആരെയും കൊത്തിക്കൊണ്ട് പോകില്ല. പിന്നെ ഈ പിരമിഡ് ഹൈറ്റ് ഉള്ളത് കൊണ്ട് കിളികൾക്ക് ആർക്കും വന്നിരുന്നാലും അങ്ങ് വെള്ളം വരെ അവരുടെ ചുണ്ടെത്തത്തുമില്ല.